വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ എവിടെയാണ് പോകുന്നതെന്ന് അറിയാം. കഞ്ഞിക്കടയിൽ കഞ്ഞി കുടിക്കാൻ പോവാണ് ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും പോയി നോക്കിയാലോ. അപ്പോൾ ഗൈസ് നമ്മൾ കാറ് പാർക്ക് ചെയ്യാൻ മുന്നിലൊന്നും സ്ഥലമല്ല. ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഭയങ്കര തിരക്കാണ്. അപ്പോൾ നമ്മൾ കിട്ടിയ സ്ഥലത്ത് പാർക്ക് ചെയ്തിട്ട് റെസ്റ്റോറൻറ്റിലേക്ക് നടക്കാം. അപ്പോൾ നിങ്ങളും വരും, നമുക്ക് ഒരുമിച്ച് നടക്കാം. അപ്പോൾ ഗൈസ് പാർക്കിങ്ങിനൊക്കെ ഭയങ്കര റഷാട്ടോ. അപ്പം നമ്മളിനി ഇങ്ങനെ നടന്നിട്ട് പോവുകയാണ് കഞ്ഞിക്കട റെസ്റ്റോറൻറ്റിലേക്ക്. ഇത് എൻ്റെ ഫ്രണ്ട് സൈഡാണ് വരുന്നത്. ഇവിടെ എന്തൊക്കെയോ പാട്ടൊക്കെ കേൾക്കുന്നുണ്ട്, എന്താ സംഭവം ഒന്നും അറിയില്ല. എന്നിട്ട് നമ്മൾ ഫസ്റ്റ് ഫുഡ് കഴിക്കും. അങ്ങനെ ഗൈസ് ഞങ്ങൾ കഞ്ഞിക്കട എത്താനായി. ഞങ്ങളിങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ വിചാരിക്കും ലൈറ്റ് ഓൺ ഇതാണ് കഞ്ഞിക്കട, ബട്ട് ഇതല്ല ഗൈസ് കഞ്ഞിക്കട. കഞ്ഞിക്കട ആ ബോർഡ് കണ്ടിട്ടോ നിങ്ങൾ, അവിടെയാണ് കഞ്ഞിക്കട. അപ്പോൾ നമ്മൾ എത്താനായി ഗൈസ്. ഞാൻ ഭയങ്കര ക്യൂരിയോസിറ്റിയിലാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് ടൈമാണ് കഞ്ഞി കുടിക്കാൻ പോകുന്നത്. നല്ല തിരക്കും ഉണ്ട് കേട്ടോ. കഞ്ഞി കിട്ടുമായിരിക്കും, പോയി നോക്കാം. അപ്പോൾ ഗൈസ് ഇവിടെ നല്ല തിരക്കാണ്. ഇവിടെ പുറത്ത് തന്നെ കുറേ ആൾക്കാർ ക്യൂ ആട്ടോ ഗൈസ്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യണം. നമ്മളെത്തുന്നതിന് വെയിറ്റ് ചെയ്യണം എന്നറിയില്ല, നമുക്ക് നോക്കാം ഗൈസ്. ഇതാണ് കേട്ടോ കഞ്ഞിക്കട. പിന്നെ ഷോപ്പ് കറാമേലാണ്. ഞാൻ നിങ്ങളോടത് പറഞ്ഞില്ല എന്ന് തോന്നുന്നു. കറാമേലാണ് കേട്ടോ നമ്മുടെ ഈ ഷോപ്പ്. അപ്പോൾ ഇവിടെ വെറൈറ്റീസ് ഓഫ് കഞ്ഞി ഉണ്ട് എന്നൊക്കെയാണ് കേൾക്കുന്നത്. അപ്പോൾ നമുക്ക് ഏതായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് ഞാൻ റിവ്യൂ ലാസ്റ്റ് പറയാം കേട്ടോ. അങ്ങനെ ഞങ്ങൾക്ക് സീറ്റൊക്കെ കിട്ടി. ഞങ്ങൾ അവിടെ ഇരുന്നു കേട്ടോ. ഇവിടെ സൈഡിൽ കുറേ പിക്ചേഴ്സും കാര്യമൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ അത് കാണാൻ. അതേപോലെ ആംബിയൻസും നല്ല അടിപൊളിയാണ്. നല്ല തിരക്കും ഉണ്ടായിരുന്നു അതേപോലെ. പിന്നെ ഞങ്ങൾക്ക് പിന്നെ നേരെ ഓപ്പോസിറ്റ് നല്ലൊരു കപ്പിൾസിനെയും കിട്ടി കേട്ടോ. നല്ല അടിപൊളി വൈബുള്ള ആൾക്കാർ. അങ്ങനെ പിന്നെ ഫസ്റ്റ് നമുക്ക് കഞ്ഞി കൊണ്ടു തരുന്നതിൻ്റെ മുന്നേ അച്ചാർ, പുളിയിഞ്ചി, പൂള, അതുപോലെ ഉണക്കലുണ്ട്, അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഇങ്ങനെ 2 ട്രേയിൽ എനിക്കും ഒന്ന് അതേപോലെ എൻ്റെ ഇക്കും. പിന്നെയാണ് കഞ്ഞി വന്നത്. നമ്മൾ ഓർഡർ ചെയ്ത കാന്താരിക്കഞ്ഞിയും പിന്നെ അതേപോലെ ജീരകക്കഞ്ഞി കേട്ടോ. രണ്ടും നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഇവിടെ എൻ്റെ ബേബി ഇത് അവിടെ നിന്ന് കഴിക്കുന്നുണ്ട് കഞ്ഞി. അങ്ങനെ ഗൈസ് ഞങ്ങൾ കഞ്ഞിയൊക്കെ കുടിച്ചു. അതേപോലെ നമ്മളെ മാന്ത ഫ്രൈ എല്ലാം അടിപൊളിയായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഇനിയിപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ഗൈസ് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങളിപ്പോൾ ഇറങ്ങി. ഞങ്ങൾക്ക് നല്ല ക്യൂട്ട് കപ്പിൾസിനെ കൂടി കിട്ടിയിരുന്നു കേട്ടോ. അവരോട് ഞങ്ങളെല്ലാം ചില്ലടിച്ച് ഫുഡൊക്കെ കഴിച്ച് ഇപ്പം ഇങ്ങോട്ട് ഇറങ്ങി. നല്ല ഫുഡായിരുന്നു കേട്ടോ. കഞ്ഞിക്കടയിലെ കഞ്ഞി അതുമാത്രമല്ല വേറെയും വെറൈറ്റി ഡിഷസൊക്കെ ഉണ്ട്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ കഴിച്ചത് കാന്താരിക്കഞ്ഞി മാന്തൾ ഫ്രൈ, ഒരു പൊരിച്ച പോലെ ടൈപ്പ്. പിന്നെ ജീരകക്കഞ്ഞി ആണ് ഞങ്ങൾ കഴിച്ചത്. കാന്താരിക്കഞ്ഞിക്ക് കുറച്ച് എരി കൂടുതലുണ്ട് എന്ന് വെച്ച് ബാക്കി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല അടിപൊളി ഫുഡും കാര്യമായിരുന്നു. അപ്പോൾ ഗൈസ് ഇനിയിപ്പോൾ വണ്ടി പാർക്ക് ചെയ്ത സ്ഥലത്തേക്ക് പോവുകയാണ്. ഇന്നത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു. ആക്ച്വലി ഇന്ന് ഫുഡ് കഴിക്കുന്നതിന് മുന്നേ എൻ്റെ ഡ്രസ്സ് ഇവിടെ അൾട്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങി ഇന്ന് കിട്ടി. അതിന് ശേഷമായിരുന്നു ഫുഡ് കഴിക്കാൻ പോയത്. ഇനിയിപ്പോൾ ഫുഡ് കഴിക്കാൻ കഴിഞ്ഞ് ഇനിയിപ്പോൾ എൻ്റെ റൂമിൽ തന്നെ വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത വ്ളോഗിൽ കാണാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാം. അതേപോലെ ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്യാം. അപ്പോൾ അടുത്ത വ്ളോഗിൽ കാണാം. ബൈ ബൈ.